ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ ട്രിപ്പ് ഇതാ രാവിലെ അല്ല കുറച്ച് വീണ്ടും ഇന്നും വൈകിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രി വൈകിട്ടല്ലേ എത്തുന്നത് ഗായ്സ്. അപ്പോൾ നമ്മളിതാ റെഡിയായി, എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഗായ്സ്. സൂക്കാണ് ഗായ്സ് പോകുന്നത്. മണ്ണാർക്കാട്ട് സൂയിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത് ഗായ്സ്. നിങ്ങളെല്ലാവരും നോക്കുക ഗായ്സ്. അത് എൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗായ്സ്. അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് 37 മിനിറ്റ് ഉണ്ട് അവിടെ എത്താൻ. 48 അവിടെ എത്തും ഗൈസ്. നമ്മൾ ഇപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു, ഉച്ചക്കുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. എവിടെ വെച്ച് കഴിക്കാമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഗൈസ് കുഞ്ഞിപ്പെണ്ണെ ഡാൻസ് കളിക്കണം നോക്ക് ഗൈസ്. പാട്ട് കേട്ടിട്ട് കളിക്കാണ് ഗൈസ്. തൊത്തു ഡൂഡു എവിടെ? ഡൂഡു ബല്ലേ ബല്ലേ കുഞ്ഞിപ്പെണ്ണെ ഓടാണ് ഗൈസ്. അതാ പോയി അങ്ങോട്ട് വരികയാണ് ഇപ്പോ. ഗൈസ് ഞങ്ങളങ്ങനെ കാറ് നിർത്താൻ കാർ പാർക്കിംഗ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മള് മണ്ണാർക്കാട്ട് സൂയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് നടക്കുകയാണ് ഗൈസ്. കുഞ്ഞിപ്പെണ്ണൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. മമ്മി ഗൈസ് സെറ്റ് സെറ്റ് സെറ്റ്.
കുഞ്ഞു കോഴികള് ഇതൊക്കെ വീടെടുക്കുക. തമിഴുവിന്റെ ഹൈറ്റും തടിയുണ്ട്, അത്ര വലിയ തടി. നമ്മളുടെ വീട്ടിൽ എപ്പോഴും വരുന്നതാണ്, എന്നാലും നമുക്ക് പക്ഷെ ഇവിടുത്തെ മൈനൊക്കെ നല്ല ആ വീഡിയോ എടുത്തു. ഓ ഞാനൊരു മണ്ടത്തരം ചെയ്തു. ഏതായാലും മണ്ടത്തരം ചെയ്തു ഗൈസ്. അപ്പൊ അതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ മണ്ടത്തരം ഒന്ന് കൂട്ടിയാൽ മതി. ഞാൻ എൻ്റെ ടോട്ട് ബാഗ് ഫോട്ടോ എടുക്കാനായിട്ട് എൻ്റെന്ന് മതി, എൻ്റെന്ന് വാങ്ങിച്ച് അവിടെ വെച്ചതാണ്. മറന്നു ഗൈസ്. അതിപ്പോ ഏത് വഴി കൂടെ പോയിട്ടാണ് ഞങ്ങൾ കറങ്ങി എവിടേക്കും എത്തിയത്. ഇനി തിരിച്ച് അതുവഴിയാണോ പോവാന്ന് അറിയില്ല. ഇത് എവിടെയാണോ എന്റെ ടോട്ട് ബാഗ് എനിക്ക് വേണം. ആ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളെ സഹായിച്ചു. ചേട്ടൻ പറഞ്ഞു അവള് ചോദിച്ചിട്ട് സഹായിച്ചു തന്നെ പറഞ്ഞുള്ളൂ, ഞാനാ ചോദിച്ചു പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളെ സഹായിച്ചു, വിളി ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു ഗേറ്റ് തുറന്നു തന്നു ഗൈസ്. അതുവഴി വേഗം പോവാം, കാരണം എക്സിറ്റ് വേറെ വഴിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും കിലോമീറ്റർ വീണ്ടും നടന്നിട്ട് ബോട്ടിൻ്റെ അടുത്ത് പോയിട്ട് ബാഗ് എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അതുപോലെ ഞാൻ ബാഗ് അവിടെ ഉണ്ടോ എന്ന് അറിയില്ല ഗൈസ്. ഇതുവഴിയാണോ? ഇതാണ് ഉറപ്പാണോ? ടെൻഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ്, എനിക്ക് തോന്നുന്നില്ല നമ്മള് വന്ന സ്ഥലം വേറെ തോന്നുന്നത്. ഗൈസ് പോയി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വെച്ചോടെ പോയി നോക്കി, കിട്ടിയില്ല. ആ ടോൾ ബാഗിനുള്ളിൽ ഞാൻ ഈ ബാഗ് വെച്ചിട്ട് എന്റെ ബാഗും പോയിണ്ടാവും. ഞാൻ കരഞ്ഞ് കട്ടി പോളിച്ചു. ഇവിടെ തന്നെ എന്തായാലും കിട്ടാൻ പോകണം. ഞങ്ങൾ ഇവിടെ പോണു ഗൈസ്. ബാഗ് കിട്ടി ഗൈസ്. സെക്യൂരിറ്റി വിളിച്ചു ഗൈസ്. അപ്പൊ അവരുടെ അടുത്ത് ഇംഗ്ലീഷ് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ അപ്പൊ അങ്ങോട്ട് പോവാണ് ഗൈസ് മേടിക്കാൻ വീണ്ടും. കിട്ടി ഗൈസ്. അവരാരുടെന്നോ പിടിച്ചു വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. കാല് വേഗം കണ്ടപ്പോ വിചാരിച്ചു അതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. മിസ്സായിട്ടില്ല. ഉണ്ടായിരുന്നില്ല ഗൈസ്, ന്യൂസ് പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാനിറ്ററി പാഡ് ഉണ്ടായിരുന്നു. അതിനാണ് അവള് ഇത്രയും നേരം കടന്ന് പ്രാന്ത് എടുത്ത ബാഗിന് വിലയുണ്ട് ഗൈസ്. അതാരെ വാങ്ങിച്ചു കൊടുത്തു ചോദിക്കൂ. മൈ ഹസ്ബൻഡ് 1 year ആയി ഗൈസ്. ഇന്നൊക്കെ 1 year ആയി. കഴിഞ്ഞ ന്യൂ ഇയറിന് മേടിച്ചു ന്യൂ ഇയർ ആയി ഗൈസ്. അപ്പൊ അതുകൊണ്ട് കളയാൻ പറ്റില്ല. പ്രഷ്യസ് ആണ്, പ്രഷ്യസ്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടാണ് പറയുന്നത്. എവിടുന്നോ കിട്ടിയെന്നാണ് കേട്ടോ. ആന്റെ അടുന്നോ ആദ്യം പിടിച്ചു സാധനം നമുക്ക് അതിന്റെ നമ്മുടെ മുമ്പിൽ നിർത്തണമായിരുന്നു കേട്ടോ. ഗൈസ് ഞങ്ങള് നടന്ന അവസാനായി ഗൈസ്. ഇനി നടക്കണ്ട് ഗൈസ്. ഇനി നമുക്ക് ബട്ടർഫ്ലൈ പാർക്കിൽ പോണം ഗൈസ്. ഓ വിശക്കണുണ്ട് ഗൈസ്, എല്ലാവർക്കും ഇപ്പൊ വയ്യാണ്ടായി. അവളുടെ സന്തോഷമാണ് ഗൈസ് പ്രകടിപ്പിക്കുന്ന വഴി നോക്കുന്നു ഗൈസ്. അവളെ പോക്കി കൊന്നിട്ട് ഗൈസ് നമ്മള് ബട്ടർഫ്ലൈ പാർക്കിലോട്ട് ഒന്നുമില്ല. ഇത് ഞാൻ വെച്ചാലേ നന്നായിട്ടുണ്ടാവുള്ളൂ, ഞാൻ എവിടെയും വെക്കില്ല ഗൈസ്. ഇത് മേടിക്കാൻ വേണ്ടി അത്രയും ദൂരം പോയി മേടിച്ചിട്ട് വന്നിട്ടേ വീണ്ടും നിലത്തിട്ട് വന്നു. അല്ല ഗൈസ്, അല്ല ഗൈസ്, ഞാൻ അല്ല ഗൈസ്. എന്നിട്ട് ഞാൻ പോയി വീണ്ടും എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതിനൊരു ബോധമില്ല ഗൈസ്, ബോധമില്ല. ഇതിനുമില്ല കേട്ടോ, തീരെയില്ല. ഞാൻ മാത്രമേ ബോധമുള്ളൂ കുട്ടി. മീനിന്റെ ശക്തി ബാഗ് കണ്ടെടുക്കുമ്പോ മീനിന്റെ ശക്തി ഫുള്ള് തീർന്നു. വെള്ളം കിട്ടണം ഗൈസ്. തല ഇറങ്ങുന്നതിന്റെ സ്റ്റെപ്സ് ആണ് ഗൈസ് പറഞ്ഞോണ്ടിരിക്കുന്നത്. തൊണ്ട തല ഇറങ്ങുന്നതിനല്ല, വന്നു. തല ഇറങ്ങി വീഴുമല്ലോ, മഞ്ഞ് വീഴുന്നതിന് ഫസ്റ്റ് സ്റ്റെപ്സ് തൊണ്ട പറ്റി ഗൈസ്.
ചെവി അടഞ്ഞു ഗൈസ് ഓട്ടായി വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നെക്സ്റ്റ് ഞാനിപ്പോൾ വീഴും. വെള്ളം കിട്ടണം ഗൈസ്. ഇവിടെ എവിടെ വെള്ളം നടക്കണം ഗൈസ്. നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ അത് കാറിലോട്ട് പോകാം. നമ്മൾ ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റെഡിയാക്കി ഉണ്ടായിരുന്നു, ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. പിന്നെ ഇത്ര നേരം ഫോട്ടോ എടുക്കുന്ന തിരക്കായിരുന്നു ഗൈസ്. ഉണ്ണിനെ കൈമാറി എടുക്കുകയായിരുന്നു ഗൈസ്. ഉണ്ണിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്ലാരിറ്റിയിൽ ഫോട്ടോ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്തുനിന്ന് വെയിൽ വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കും. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോകും ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ എന്താ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോണം. ചോറ്, സാമ്പാർ, മുട്ട സുപ്പേരി ഒക്കെയാണ് ഗൈസ്. സാമ്പാർ ഉണ്ണിന്റെ കൈ എത്തുന്ന ഗൈസ്, അപ്പൊ നമ്മൾ ഇനി ബണ്ണാർഘട്ട സൂ കഴിഞ്ഞ് നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അതെ, അപ്പൊ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. ഷോപ്പിംഗ് ആണ്, ഷോപ്പിംഗ് വീഡിയോ. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡിക്കാത്തലോൺ ആണ്. നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. പക്ഷെ അപ്പോഴാണ് ഡിക്കാത്തലോൺ കണ്ടത്. അതൊരു സ്പോർട്സിന്റെ സ്റ്റോറാണ് ഗൈസ്. സ്പോർട്സിന്റെ A to Z എല്ലാ കാര്യങ്ങളും ഈ കടയിൽ കിട്ടും, ഈ സ്റ്റോറിൽ കിട്ടും. അപ്പോൾ ഇക്ക പറഞ്ഞു അതെന്തായാലും കണ്ടിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. സ്പോർട്സിന്റെ എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളത് കാണാൻ പോകുന്നുണ്ട്. നാട്ടിലും ഉണ്ട്, പക്ഷെ നമുക്ക് എന്തായാലും ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. തൃശ്ശൂർ വരെ പോകണം, പാലക്കാടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടെ ഓടി കണ്ട് നടന്നിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോകും.
ഗൈസ് അങ്ങനെ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ കടകളാണ്. നൈറ്റ് വന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി കാണാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ഓരോ കടകൾ കാണാം. പിള്ളേർക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. നമ്മൾ ഇതുവരെ ബാംഗ്ലൂർ വന്നിട്ട് ഇതുവരെ ഒരു ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഷോപ്പിംഗ് ചെയ്യാം ഗൈസ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഞാൻ നിൽക്കാൻ ഒരു കുട്ടിയൊക്കെ എടുത്തിട്ട് വന്നിരിക്കണം ഗൈസ്. തണുക്കണം ഗൈസ്. അങ്ങനെ കുറുമി തപ്പി തപ്പി കരഞ്ഞു പിടിച്ച് ലാസ്റ്റ് ടൈം കുറുമി വാങ്ങിച്ചു ഗൈസ്. ഇതെവിടെ കുറുമി? ഗൈസ് കുറുമി വാങ്ങിച്ചു. മോൻ കണ്ട ഗൈസ് കരഞ്ഞില്ല, കണ്ണിക്കൂടൊക്കെ വെള്ളമൊക്കെ വന്ന് പിണങ്ങി ഗൈസ്. എന്നിട്ട് ഇതാ കുറുമി വാങ്ങിച്ച് നടക്കണ്ട ഗൈസ്. ഗൈസ് ദാ നമ്മുടെ ഷംലു ലാസ്റ്റ് ഷൂ വാങ്ങിച്ചു ഗൈസ്. പർപ്പിൾ മൾട്ടി കളർ വൈറ്റും പർപ്പിളും കൂടി 650 രൂപയ്ക്ക് ഗൈസ്. അവളുടെ രണ്ടും കഴിഞ്ഞു. അവളുടെ എന്തായിരുന്നു കുറോമിന്റെ പപ്പറ്റും ഇതാ അവളുടെ ഷൂവും ഗൈസ്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. തപ്പി തപ്പി നടന്നു ഗൈസ്. ഇനി നാളെ ഞാൻ കടന്ന് ഒരു ഇത് നടത്തും ഗൈസ്. അങ്ങനെ നമ്മളിപ്പോ ഏതാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് ഗൈസ്. നമ്മൾ ശമലുവിനെ ഷൂ എടുത്തു. പിന്നെ തലയിലെ മറ്റേ കുറോമിന്റെ പപ്പച്ച് ഗൈസ്. വെറും പപ്പച്ചല്ല, കുറോമിന്റെ കുറോമി വേണം പറഞ്ഞ് പ്രാന്താക്കിയിട്ട് ലാസ്റ്റ് മേടിച്ചു ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. ഞങ്ങൾ വിചാരിച്ചില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നാളെ ചിപ്പേട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഷമലുവിനാണെങ്കിൽ ഒരേ നിർബന്ധം. അപ്പോൾ നമ്മൾ അവൾക്ക് സെറ്റാക്കി കൊടുത്തു. ഇനിയിപ്പോൾ നാളെ ഷമലു മിണ്ടരുത്. നാളെ നമ്മുടെ ഷോപ്പിംഗ് ആയിരിക്കും ഞങ്ങളുടെ ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് ഹോട്ടലിൽ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളെ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഓർഡർ എടുക്കാൻ പോവാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ആസിഫ്. ഗൈസ് 12 മണി ആയിരിക്കണു ഇന്ന്. അപ്പോൾ ഇന്നുണ്ടാണ് ജനുവരി 3 ഗൈസ്, ആസിഫിൻ്റെ ബർത്ത്ഡേ. നമ്മൾ ട്രീറ്റ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ട്രീറ്റും ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ 12 മണിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ പോലും അറിഞ്ഞില്ല ഗൈസ്. ഇപ്പോഴാണ് സർപ്രൈസ്. ആസിഫിൻ്റെ ട്രീറ്റ് അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു ഫുഡ് അടിച്ചു ഇനി ഉറങ്ങാം.